നമ്മളിന്ന് നോക്കുന്നത് നബിദിനത്തിനോടനുബന്ധിച്ച് നടത്തുന്ന ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ടതും എന്നാൽ പഠിക്കാൻ എളുപ്പമുള്ളതുമായ കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എന്നാൽ നമുക്ക് ചോദ്യങ്ങൾ നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം, ഏതു പ്രവാചകന്റെ പരമ്പരയിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വർഷം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ആമുൽ ഫീൽ അഥവാ ആനക്കലഹ വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെ ജോലി എന്തായിരുന്നു? ഉത്തരം കച്ചവടം. മാതാവിൻ്റെ മരണശേഷം നബിയുടെ സംരക്ഷണം ഏറ്റെടുത്തത് ആരാണ്? പിതാമഹൻ അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് മരണപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം ആരെയാണ് ഏൽപ്പിച്ചത്? പിതൃവ്യൻ അബൂ ത്വാലിബിനെ. ഇസ്ലാമിക പ്രബോധനത്തിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയച്ച പ്രഥമ വ്യക്തി ആരാണ്? മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ആമിന ബീവിയുടെ ഗോത്രം ഏതാണ്? ബനു സുഹ്റ. ആമിന ബീവിയുടെ പിതാവിൻ്റെ പേരെന്താണ്? ഉത്തരം വഹബ് ബിനു അബ്ദുമനാഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിൻ്റെ എത്ര മാസം മുമ്പാണ് പിതാവ് മരണപ്പെട്ടത്? 8 മാസം മുമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുഹമ്മദ് എന്ന പേരിട്ടത് ആരാണ്? അബ്ദുൽ മുത്തലിബ്. ബനു സഅദ് ഗോത്രത്തിലെ ബാല്യകാല ജീവിതം നബിക്കുണ്ടാക്കിയ നേട്ടം എന്താണ്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മികച്ച ഭാഷാജ്ഞാനം നേടുന്നതിൽ അവസരമൊരുക്കി. ആമിന ബീവി മരണപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രാമത്തെ വയസ്സിലാണ്? 6-ാമത്തെ വയസ്സിൽ. എവിടെ വെച്ചാണ് ആമിന ബീവി മരണപ്പെട്ടത്? അബവാ എന്ന സ്ഥലത്ത് വെച്ച്. കുട്ടിക്കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ച വിളിപ്പേര് എന്തായിരുന്നു? ഉത്തരം അൽ അമീൻ അഥവാ വിശ്വസ്തൻ. നബി തിരുമേനിയുടെ ബാല്യകാലത്തെ പ്രധാന ജോലി എന്തായിരുന്നു? ഉത്തരം ആടുമേക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പകാലത്ത് പങ്കെടുത്ത യുദ്ധം ഏതായിരുന്നു? ഫിജാർ യുദ്ധം. ഫിജാർ യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ നബിയുടെ പ്രായം എത്രയായിരുന്നു? ഉത്തരം 14 വയസ്സ്. പ്രവാചകന്റെ യുവത്വകാലത്ത് പങ്കെടുത്ത സഖ്യം ഏതായിരുന്നു? ഉത്തരം ഹലഫുൽ ഫുലൂൽ അഥവാ മാന്യന്മാരുടെ സഖ്യം. ഇതിനെ ഞാൻ ചുവന്ന ഒട്ടകങ്ങളെക്കാൾ വിലമതിക്കുന്നു. ഇനിയും ക്ഷണിക്കപ്പെട്ടാൽ അത്തരം സംരംഭങ്ങളിൽ പങ്കാളിയാവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഏതിനെ കുറിച്ചാണ്? ഹലഫുൽ ഫുലൂൽ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി വിവാഹം ചെയ്തത് ആരെയാണ്? ഖദീജ ബിൻത് ഖുവൈലിദ്. ഖദീജ റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്ര വയസ്സായിരുന്നു? 25 വയസ്സ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് ലഭിച്ചത് എത്രാമത്തെ വയസ്സിലാണ്? ഉത്തരം 40-ാമത്തെ വയസ്സിൽ. എവിടെ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് ലഭിച്ചത്? ജബലുൻ നൂറിലെ ഹിറാ ഗുഹയിൽ വെച്ച്. ഏതു മാസത്തിലാണ് ഖുർആനിൻ്റെ അവതരണം ആരംഭിച്ചത്? റമളാൻ മാസത്തിൽ. ഖുർആനിൽ നിന്ന് ആദ്യമായി ഇറങ്ങിയ ആയത്തുകൾ ഏത് സൂറത്തിലാണ്? സൂറത്തുൽ അലഖ്. പ്രവാചകന്മാർക്ക് വഹി എത്തിച്ചു നൽകുന്ന മലക്കിൻ്റെ പേരെന്താണ്? ഉത്തരം ജിബ്രീൽ അലൈഹിസ്സലാം. 12-ാം വയസ്സിൽ നിങ്ങളുടെ കൂടെയുള്ള ഈ കുട്ടി ലോക നേതാവാണ്. സർവ്വലോകത്തിനും കാരുണ്യവാനായി അള്ളാഹു ഇദ്ദേഹത്തെയാണ് നിയോഗിക്കാൻ പോകുന്നത് എന്ന് നബിയുടെ കൈപിടിച്ച് അബൂ ത്വാലിബിനോട് പറഞ്ഞ ക്രിസ്തീയ പുരോഹിതൻ ആരാണ്? ഉത്തരം ബഹീറ.
വിടവാങ്ങൽ ഹജ്ജിൽ പ്രവാചകന് അവതീർണമായ ഖുർആൻ വചനം ഏത് സൂറത്തിൽപ്പെട്ടതാണ്? ഉത്തരം സൂറത്തുൽ മാഇദ. പ്രവാചക പത്നിമാരിൽ അവസാനം മരണപ്പെട്ടത് ആരാണ്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിതയാര്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നബി തങ്ങളോടൊപ്പം ശത്രുക്കൾ സുജൂദ് ചെയ്തത് ഏത് സൂറത്ത് കേട്ടപ്പോഴാണ്? സൂറത്തുൻ നജ്മ്. മദീനക്കാർക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ആരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയച്ചത്? ഉത്തരം മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസമാക്കിയത് ആരുടെ വീട്ടിലാണ്? അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ. സൂറത്തുൽ കൗസർ ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് എത്ര തവണ വന്നിട്ടുണ്ട്? 5 തവണ. 4 തവണ മുഹമ്മദ് എന്നും 1 തവണ അഹ്മദ് എന്നും വന്നിട്ടുണ്ട്. ഉഹദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രതിരോധമായി നിന്നത് കാരണം 70-ലധികം മുറിവുകൾ ഏറ്റ സ്വഹാബിയാര്? ഉത്തരം അബൂ തുൽഹ റളിയല്ലാഹു അൻഹു. ബദർ യുദ്ധവേളയിൽ മദീനയിൽ വഫാത്തായ പ്രവാചക പത്നിയാര്? ഉത്തരം റുഖിയ ബീവി റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ജീവിച്ചിരുന്ന ഏക സന്താനം ആരാണ്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. പ്രവാചക പത്നിമാർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. ഷാഹിർ റസൂലില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ്? ഉത്തരം ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ ഒരേ ഒരു സ്വഹാബി ആരാണ്? ഉത്തരം സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു. ബദർ യുദ്ധത്തിന് ഖുർആൻ നൽകിയ പേരെന്താണ്? യൗമുൽ ഫുർഖാൻ. അടുത്തത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബാല്യത്തിൽ തന്നെ നാട്ടുകാർ നൽകിയ വിശേഷണം എന്തായിരുന്നു? ഉത്തരം അൽ അമീൻ. അൽ അമീൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നാട്ടുകാർ നൽകിയിരുന്ന വിശേഷണം. ആദ്യം ശരിയുത്തരം കമൻറ്റ് ചെയ്തവരുടെ പേര് നോക്കാം. ആമിന, അമ്രീൻ, അഫ്നാസ് അലി, മിൻഹ, ഹാജറ, ഷസ, അൻഷ MP എന്നിവരാണ്. എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ബോണസ് ചോദ്യം നോക്കാം. ഖാദിമുർ റസൂൽ അഥവാ പ്രവാചകന്റെ സേവകൻ എന്ന പേരിൽ പ്രശസ്തനായ സ്വഹാബിയാര്? നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻസർ അറിയുന്നവരെല്ലാം കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ എഴുതാൻ മറന്നു പോകരുത്. അതുപോലെ നബിദിനവുമായി ബന്ധപ്പെട്ടുള്ള ക്വിസ് വീഡിയോസ് നമ്മുടെ ചാനലിൽ മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.